ആ സ്വപ്ന കിരീടം തേടിയിറങ്ങാൻ ആർക്കൊക്കെയാണ് പ്രാപ്തി ഉണ്ടാവുക, ആരൊക്കെയാണ് പ്രാപ്തരാവുക? ചോദ്യം അതുമാത്രമാണ്, മറ്റൊന്നുമില്ല. ഗിഫ്റ്റി ഗ്രേഷ്യസ്, ജോസഫ് ജോർജ് രണ്ടുപേർ നമ്മോടൊപ്പം ഉണ്ട്. ഗിഫ്റ്റി കേരള പ്ലെയർ, ജോസഫ് ഫുട്ബോൾ കമന്റേറ്റർ, ഒപ്പം ഫുട്ബോൾ അനലിസ്റ്റ്. രണ്ടുപേർക്കും സ്വാഗതം. ഗിഫ്റ്റി അർജന്റീന ആരാധകനാണ് എന്ന് നെഞ്ചിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മറുവശത്ത് സ്പാനിഷ് ജേഴ്സിയാണല്ലോ ജോസഫ്. ഓക്കെ, അപ്പോൾ ഗിഫ്റ്റിക്ക് എന്തായാലും സന്തോഷമായി കാണുമല്ലോ ഇന്നത്തെ ഒരു ഫലം കൊണ്ട്. പക്ഷേ അത്ര ഹാപ്പിയാണോ? തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പിയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഓരോ ജയവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇപ്പൊ നമ്മള് കളി അർജന്റീന അത്ര വലിയ കളി കളിക്കുന്നില്ല എന്ന് ആൾക്കാർ മൊത്തം പറയുന്നുണ്ട്. പക്ഷെ 90 മിനിറ്റ് എന്താണ് റിസൾട്ട് എന്നുള്ളതിനുള്ള ഏറ്റവും കൂടുതൽ കാര്യം. ഇപ്പൊ നമുക്ക് മാച്ച് ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ വേൾഡ് കപ്പ് തന്നെ ജയത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ജയം അത്ര അനിവാര്യമായിരുന്നു. ഇന്ന് ജയിച്ചു, വളരെ സന്തോഷമുണ്ട്. അല്ല, ഓക്കെ, ജയിച്ചു എന്നുള്ളത് ശരിയാണ്. സ്കോർ കാർഡാണ് ഏറ്റവും അവസാനം ഫൈനൽ വിസിൽ വരുമ്പോൾ എന്താണ് സ്കോർ കാർഡ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മാറ്റർ. അത് മാത്രമാണ് പരിഗണിക്കുന്നുള്ളൂ. പക്ഷേ ഈ ചില ചോദ്യങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ അന്തരീക്ഷത്തിൽ. ഇതുപോലൊരു പ്രകടനം കൊണ്ട് സ്പെയിനെയോ അല്ലെങ്കിൽ ഫ്രാൻസിനെയോ ആരുമാവട്ടെ അവരെയൊക്കെ മറികടക്കാൻ സാധിക്കുമോ? ഇത്രയും ഒരു ലേസിനെസ് പ്രകടമാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകർ തന്നെ പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരിക്കലും വിലയിരുത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മള് കേപ്പവർത്തിനോടുള്ള 3-2 സ്കോർ കണ്ടപ്പോൾ തന്നെ ആൾക്കാർ കഴിച്ചു ഇതുകൊണ്ട് ഈജിപ്തിന്റെ അടുത്ത് പോയ ഈജിപ്തിന്റെ തോൽക്കു വന്നു. അതേ ഈജിപ്തിന്റെ അടുത്ത് 79 മിനിറ്റ് വരെ 2 ഗോളിന് ഡൗൺ ആയിരുന്നു. അതിനുശേഷം 3 അടിച്ച് തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഇപ്പൊ സ്വിറ്റ്സർലാൻഡിനോട് വരുന്നത്. സ്വിറ്റ്സർലാൻഡിനോടാണെങ്കിലും 1 ഗോൾ ലീഡായിരുന്നു, 1-1. പിന്നെ ഇഞ്ചുറി ടൈമിൽ 2 ഗോൾ അടിച്ച് 3-1 ജയിച്ചു. അപ്പൊ നമ്മൾ ഓരോ മാച്ചിനും ഓരോ സിസ്റ്റമാണ് കലോളി ഇറക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു ചെറിയൊരു മാച്ചിലെ ഒരു പെർഫോമൻസ് വെച്ച് ഒരിക്കലും അർജന്റീനയെ വിലയിരുത്താനായിട്ടില്ല. നോക്കൌട്ട് മാച്ചിൽ ഇപ്പൊ അർജന്റീന നല്ല ഫോമിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പെർഫോമൻസ് അല്ല, ഇപ്പൊ 80 മിനിറ്റ് വരെ അർജന്റീന എനിക്ക് തോന്നുന്നത് ഒരു പ്രാക്ടീസ് മാച്ച് കളിക്കുന്ന പോലെ അത്ര ലേസിനെസ് ആണ് കാണുന്നത്. പക്ഷെ അതിനുശേഷമുള്ള ഒരു 10 മിനിറ്റിൽ കളി നിയന്ത്രിക്കുന്നുണ്ട്. ജയം എന്തായാലും എല്ലാ കളിയും ഇപ്പൊ എടുക്കുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ ടൈമിലോട്ടൊക്കെ വരുമ്പോൾ അർജന്റീന കൂടുതലും ജയിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. ഇപ്പൊ ഇംഗ്ലണ്ടാന്ന് പറയുന്നത് ശക്തരാണ്. പക്ഷെ മാച്ച് വരുമ്പോ ഒരിക്കലും നമുക്ക് ഇംഗ്ലണ്ടിന് ആധിപത്യം നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ വെച്ചാൽ അത്ര എളുപ്പമായിരിക്കില്ല അർജന്റീന. ബാക്കിയുള്ള മത്സരം പോലെ ആയിരിക്കില്ല. അപ്പൊ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നമ്മള് സ്കോറിൽ ഒരു വിന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ 2022 വേൾഡ് കപ്പിൽ അർജന്റീന വെച്ച് നോക്കുമ്പോൾ ഈ വേൾഡ് കപ്പിൽ പ്രകടനം വളരെ മോശമാണ്. പക്ഷെ ജയിക്കുന്നുണ്ട് മത്സരങ്ങൾ. അതൊരു വേറൊരു ഫാക്റ്റാണ്. ഓക്കെ, ഇത് തന്നെയാണ് സ്കലോണി മത്സരശേഷവും പറഞ്ഞത്. ഞങ്ങൾ 2022 ഏറെക്കുറെ സമാനമായ രീതിയിൽ തന്നെ പോകുന്നു, പക്ഷേ അന്ന് ഇതിലും നന്നായി കളിച്ചിരുന്നു എന്ന് സ്കലോണി സമ്മതിക്കുകയും ചെയ്തു. ജോസഫിലേക്ക്. ജോസഫ്, ഇനി അർജന്റീനയുടെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ആദ്യ സെമിയിലേക്ക് വരാം. സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ്. സ്പെയിൻ ഫ്രാൻസ് പോരാട്ടം. എംബാപ്പെ, അവിടെ യമാൽ. ഇനി ഡിഫൻസ് നോക്കുകയാണെങ്കിൽ സ്പെയിനിന് എഡ്ജുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രാൻസിൻ്റെ മുന്നേറ്റത്തെ പറയുകയാണെങ്കിൽ അവിടെ ഫ്രാൻസിന് എഡ്ജുണ്ട്. ഇങ്ങനെ തുലനം ചെയ്യുമ്പോൾ കയറി ഇറങ്ങിയും ഒരു സിക്സാഗ് പോലെ നമുക്ക് വരയ്ക്കേണ്ടി വരും. ഈ രണ്ട് ടീമുകളെയും ചേർത്ത് വെക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ജോസഫ്, സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടുമ്പോൾ? ഏറ്റവും മികച്ച അറ്റാക്കും ഏറ്റവും മികച്ച ഡിഫൻസും തമ്മിലുള്ളൊരു മത്സരമാണ് ഫ്രാൻസ് സ്പെയിൻ. സ്പെയിൻ ആരാധകനല്ല കേട്ടോ, സ്പെയിൻ ജേഴ്സിയും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രാൻസിന്റെ അറ്റാക്ക് അവര് നിരത്തി പിടിച്ച് ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ അവർ ഒത്തിരി അവസരങ്ങൾ പാഴാക്കുന്നുമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മത്സരം എത്ര അവസരങ്ങൾ വേണ്ടി വരും? കാരണം സ്പെയിൻ കുറച്ച് അവസരമേ കൊടുക്കുള്ളൂ, ഒത്തിരി അവസരം കൊടുക്കില്ല. നമ്മൾ ഇതുവരെയുള്ള കളികൾ നോക്കിയാൽ വ്യക്തമാണ്. ഒരു ഒറ്റ ഗോളെ വഴങ്ങിയിട്ടുള്ളൂ ബെൽജിയത്തിനെതിരെ. അതല്ലാതെ മൊത്തം ക്ലീൻ ഷീറ്റ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് അവരുടെ ഡിഫൻസിനും അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ആങ്കറിങ് കളിക്കുന്ന റോഡ്രി. ഒരുപക്ഷെ ഈ ലോകകപ്പില് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന റോഡ്രിയാണ്. നമ്മൾ പൊതുവെ ഗോൾ അടിക്കുന്നവരുടെ പുറകെ പോകും, അല്ലെ ഗോൾ കീപ്പർമാർ സേവ് ചെയ്യുമ്പോൾ ക്ലീൻ ഷീറ്റ് അവർക്ക് ക്രെഡിറ്റ് കൊടുക്കും. പക്ഷെ റോഡ്രി കളിക്കുന്നത് വേറൊരു ലെവലിലാണ്. ത്രൂ ഔട്ട് ദ ടൂർണമെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഡിഫൻസിന് സപ്പോർട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടുന്ന് പന്തെടുത്ത് ലൈൻ ബ്രേക്കിംഗ് പാസുകളിലൂടെ ഓപ്പണന്റ് സ്പേസ് മുഴുവൻ ക്ലിയർ ആക്കി ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ എംബാപ്പയും ലമിൻ യമാലിനേക്കാളും കൂടുതലും
അദ്ദേഹത്തിന്റെ റോളാണ്, റോഡ്രിയുടെ റോളാവും ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനം. സാധ്യത കൂടുതലും ഫ്രാൻസിന് തന്നെയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ സെമിയിൽ കണ്ടു, അതുപോലെ യുഎഫ നേഷൻസ് ലീഗിന്റെ ഫൈനലിൽ കണ്ടു, രണ്ടും സ്പെയിനാണ് അടിച്ചത്. ലമീൻ യമാൽ ഓൾറെഡി ഒരു ചെറിയൊരു ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അവര് ഒരു നന്നായിട്ട് തന്നെ ഞങ്ങളെക്കാണ് മുൻതൂക്കം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രാൻസ് കുറച്ചുകൂടെയും വീറും വാശിയോടെ കളിക്കും. ഒലിസ ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും ഗോൾ ഇഷ്ടംപോലെ അടിപ്പിക്കുന്നുണ്ട്. അപ്പം ഡെംബലെ, എംബാപ്പെ രണ്ടുപേരും ഗോൾ അടിക്കുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഫ്രാൻസിനാണ് മുൻതൂക്കം, അതിലൊരു സംശയവുമില്ല. ഈ ലോകകപ്പിലെ കപ്പടിക്കാനുള്ള ഫേവറേറ്റ്സ് ഫ്രാൻസ് തന്നെയാണ്. ഗിഫ്റ്റിയുടെ അഭിപ്രായം എന്താണ്? കാരണം ഗിഫ്റ്റി ആലോചിക്കുന്നത് ഫ്രാൻസ് വരണോ സ്പെയിൻ വരണോ ഞങ്ങൾക്കെതിരെ എന്നുള്ളതായിരിക്കും ആലോചന. ആരെ മാനസികമായി സ്വീകരിക്കാനാണ് തയ്യാറെടുത്തിരിക്കുന്നത്? ഇപ്പൊ ആര് വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഫ്രാൻസ് ആണ് ഒന്നുകൂടി ഡേഞ്ചർ. സ്പെയിനിനെക്കാട്ടും അറ്റാക്കിംഗ് നിര ഫ്രാൻസിനാണ് കൂടുതൽ. ഇപ്പൊ ഡെംബലെ ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും ഒലീസ ആണെങ്കിലും എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്, നല്ല ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോ അവരെ പിടിച്ചു നിർത്താന്ന് പറയുന്നതായിരിക്കും ഈ വേൾഡ് കപ്പിൽ ഏറ്റവും പാടുള്ള ഒരു കാര്യം. അപ്പോ സ്പെയിനാണെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന പറഞ്ഞ ജോസഫ് പറഞ്ഞ 3 മിഡ്ഫീൽഡ്, ആ മിഡ്ഫീൽഡാണ് റോഡ്രിയും അതുപോലെ തന്നെ ഓൾമോയും അതുപോലെ പെഡ്രി അല്ലെങ്കിൽ ഫാബിയാൻ ലൂയിസും. ഈ 3 മിഡ്ഫീൽഡിലാണ് സ്പെയിനിന്റെ കളി മൊത്തം ഇരിക്കുന്നത്. അപ്പോ ഇതുവരെ ഫ്രാൻസ് ഡിഫൻസിന് അങ്ങനെ പരീക്ഷണങ്ങളൊന്നും ഈ ടൂർണമെന്റ് വന്നിട്ടില്ല, വളരെ കുറവാണ്. അപ്പോ സെമി ഫൈനലിൽ എന്തായാലും യമാലൊക്കെ പഴയ ഫോമിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഞ്ചുറി ആയിരുന്നു, അതിനുശേഷം ഇന്നത്തെ മാച്ചൊക്കെ ഉണ്ടായ നല്ല ഡ്രിബ്ലിങ്ങും പല മൂവ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു യമാലിന്റെ നല്ലത്. അപ്പൊ അതുകൊണ്ട് സ്പെയിൻ ആണെങ്കിലും ഒട്ടും എളുപ്പമായിരിക്കില്ല, പക്ഷെ ഒരു നല്ല മത്സരം കാണാം. മുൻതൂക്കം എന്തായാലും ഞാൻ ഫ്രാൻസ് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഫ്രാൻസിന് സാധ്യത കൂടുതലുണ്ട് എന്നുള്ള ഒരു നിഗമനം കൊണ്ടുവരുന്നുണ്ട്. ഇനി ഈ ഫ്രാൻസിന്റെ ആ മുൻതൂക്കത്തെ അത് തടയണമെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സ്പെയിൻ്റെ ഇപ്പോഴത്തെ ഒരു ഫുട്ബോൾ ശൈലി അതിപ്പോൾ എന്താ പറയുക, ഒരു ഹൈബ്രിഡ് ശൈലി പോലെയാണല്ലോ അവർ കളിക്കുന്നത്. ടിക്കി ടാക്കൊക്കെ മാറി അതിപ്പോൾ ഒരു ഹൈബ്രിഡ് രീതിയിൽ തന്നെ അവർ കളിക്കുന്നു. പ്രഷർ ചെയ്ത് കളിക്കുന്ന ഒരു പുതിയ സ്പാനിഷ് രീതി അവലംബിക്കുന്നുണ്ട് ഇപ്പോൾ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ നാളുകളായിട്ട് സ്പെയിൻ. അപ്പോൾ ജോസഫ്, ഈ സ്പെയിൻ്റെ ഈ രീതിയിൽ മാറ്റമുണ്ടാകുമോ? ഈ ഫ്രാൻസിൻ്റെ അതിവേഗതയും സ്പെയിൻ്റെ ഈ ഒരു ഹൈബ്രിഡ് രീതിയും കൂടെ ചേരുമ്പോൾ എന്തായിരിക്കും അവിടെ ഒരു എങ്ങനെയായിരിക്കും ആ ഫ്രിക്ഷൻ ഉണ്ടാവുക? അത് ഫ്രാൻസിന് പന്ത് കൊടുക്കാതിരിക്കുക എന്നുള്ള മിഡ്ഫീൽഡ് എന്തായാലും സ്പെയിൻ ഡോമിനേറ്റ് ചെയ്യാനാണ് സാധ്യത. ഗിഫ്റ്റ് പറഞ്ഞതുപോലെ ഡാനി ഓൾമോ എന്നുള്ള ഒരു പ്ലെയർ വളരെ അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ എന്നാലും ഒരു നിർണായക റോൾ വഹിക്കുന്ന ഒരു താരമാണ്. പെഡ്രി അത്ര ഫോമിലല്ല, പക്ഷെ ഫാബിയൻ റൂയിസ് കഴിഞ്ഞ കളിയിൽ കിട്ടിയ അവസരം നന്നായി മുതലാക്കി. അപ്പൊ അവർ രണ്ടുപേരിൽ ആര് കളിക്കുന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഇവരിൽ ആരായാലും റോഡ്രിക്ക് നല്ല സപ്പോർട്ടാണ്. ഡാനി ഓൾമോ കളിക്കുന്ന നമ്പർ 10 റോളിൽ നന്നായിട്ട് ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. നമ്മള് ജൂഡ് ബെല്ലിംഗം ഗോൾ അടിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു. അദ്ദേഹം കളിക്കുന്ന അതേ റോളാണ് ഡാനി ഓൾമോയും അവിടെ കളിക്കുന്നത് സ്പെയിനിന് വേണ്ടി. അപ്പോൾ ഡാനി ഓൾമോയുടെ ആ ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് അവർക്ക് ഗോൾ അടിക്കാൻ സാധിക്കുമെങ്കിൽ അതിന്റെ ബിൽഡപ്പിൽ ഡാനി ഓൾമോയുടെ ഒരു പങ്ക് മുഖ്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ റൈറ്റ് ഫ്ലാങ്ക് സൂക്ഷിക്കുക ലമീൻ യമാലും അതുപോലെ പെഡ്രോ പോറോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും അധികം അവസരങ്ങൾ സൃഷ്ടിച്ച വിങ് ബാക്കുകളിൽ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെയിനിന്റെ ഗോൾ അടിക്കാൻ സ്പെയിനിന് പറ്റിയാൽ അവർക്കൊരു മുൻതൂക്കം ഉണ്ടാവും. കാരണം പന്ത് കൊടുക്കാതെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. മനു കോണെ നല്ല ഫോമിലാണ്. ഷുവാമിനയുടെ ഫിറ്റ്നസിൽ ഒരു സംശയമുണ്ട് ഫ്രാൻസിന്റെ നിരയിൽ നോക്കുമ്പോൾ. റാബിയോ അത്ര ഒരു എന്താ പറയാ, ഇവരോട് കടപിടിക്കാൻ പറ്റിയ ഒരു മിഡ്ഫീൽഡർ ആണോ എന്നുള്ള, പ്രത്യേകിച്ച് പ്ലേ മേക്കർ ആണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അത് കുറച്ച് കാലമായിട്ടുള്ളതാണ്. അത് മാറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് പലപ്പോഴും ബിഗ് മാച്ചസിൽ കണ്ടിട്ടില്ല. ചെറിയ മാച്ചസിലൊക്കെ പുള്ളി അത്യാവശ്യം നന്നായി കളിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സാധ്യത മിഡ്ഫീൽഡിൽ കളി അടക്കി പിടിച്ചു കഴിഞ്ഞാൽ, പന്ത് കൊടുക്കാതിരുന്നാൽ, ആ ഹൈബ്രിഡ് ശൈലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, പൊസിഷൻ നിലനിർത്തുകയും അതുപോലെ പെട്ടെന്നുള്ള ട്രാൻസിഷനിൽ കൂടെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സ്പെയിന് തന്നെയാവും ആ മിഡ്ഫീൽഡിൽ കൂടുതൽ പന്ത് പിടിക്കുക. പക്ഷേ ഫ്രാൻസിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നിമിഷ നേരം കൊണ്ട് അവർക്ക് ഗോൾ അടിക്കാൻ പറ്റും, അവസരം സൃഷ്ടിക്കാൻ പറ്റും. ഈ മത്സരം ആര് ജയിക്കുന്നോ അവർ കപ്പടിക്കാനാണ് സാധ്യത. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വാർട്ടർ ഫൈനലിൽ കഴിഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. ഗിഫ്റ്റി അത് എതിർക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്താണെങ്കിലും ഗിഫ്റ്റി ഞാൻ എതിർത്തു കഴിഞ്ഞു. തീർച്ചയായും നമ്മൾ ഒരിക്കലും നമ്മളെ ടീമിനെ വിട്ടിട്ട് വേറെ ടീം പിടിക്കില്ലല്ലോ. ശരി, ഞാനേ ഒറ്റയ്ക്കൊരു സിനാരിയോട് ചോദിക്കട്ടെ. അതായത് ഗിഫ്റ്റി, സ്പെയിനും ഫ്രാൻസും അതൊരു എക്സ്ട്രാ ടൈമിലേക്കോ അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടറിലേക്കൊക്കെ പോകേണ്ടി വന്നാൽ അവിടെ ഒരു ആധിപത്യ മേധാവിത്വം ആർക്ക് കിട്ടുമെന്നാണ് കരുതുക?
എക്സ്ട്രാ ടൈമിലോട്ടോ അതോ പെനാൽറ്റിയിലോട്ടോ എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആയിരിക്കും കുറച്ചുകൂടി ആധിപത്യം ജയിക്കാൻ വേണ്ടി. ഈ 90 മിനിറ്റിൽ സ്പെയിൻ ജയിച്ചാൽ മാത്രമേ സ്പെയിനിന് ജയസാധ്യത കൂടുതൽ ഞാൻ കാണുന്നുള്ളൂ. അതെന്ന് വെച്ചാൽ ഫ്രാൻസ് എപ്പോ ആണെങ്കിലും ഡേഞ്ചർ സൃഷ്ടിക്കാനുള്ള ടീമാണ്. അത്രയും ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പൊ ഇറങ്ങുന്നവരാണെങ്കിലും ഭയങ്കര ഡേഞ്ചറാണ്. ബാർക്കോള ആണെങ്കിലും അതുപോലെ ഡുവെ ആണെങ്കിലും ഭയങ്കര ഡേഞ്ചറാണ്. എപ്പോ ആണെങ്കിലും എന്ത് സൃഷ്ടിക്കാനുള്ള സ്കോഡും ഉണ്ട്, ബെഞ്ച് സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സ്ട്രാ ടൈമോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലും എനിക്ക് ഫ്രാൻസിനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു 90 മിനിറ്റ്സ് ആണ് സ്പെയിന്റെ പറഞ്ഞ അവര് പന്ത് ആധിപത്യത്തോടെ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാൻസിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ സ്പെയിൻ റോഡ്രി ഡിഫൻസീവ് അറ്റാക്കിൽ ഒരേപോലെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഭയങ്കര ഇന്റലിജന്റ് ആണ്. ടീമിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ കേൾപ്പുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് മിഡ്ഫീൽഡറാണ് ഇപ്പോഴത്തെ വേൾഡില്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്പെയിൻ കളിച്ചു കഴിഞ്ഞാൽ 90 മിനിറ്റിൽ ജയിക്കണം. അതല്ലെങ്കിൽ വളരെ ഇതേ അഭിപ്രായം തന്നെയാണോ ജോസഫിനുള്ളത്? സ്പെയിൻ 90 മിനിറ്റിൽ തീർത്താൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.